കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫ്രണ്ട് ഓഫീസ് എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി കവർ ചെയ്തായിരുന്നു. അപ്പോൾ ഇന്നിവിടെ വന്നേക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി കവർ ചെയ്യാനാണ്. എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും എന്താണ് ഈ HR അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് എന്നൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ എന്താണ് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്? നമുക്കറിയാം നമ്മുടെ ഒരു കമ്പനി റൺ ചെയ്യിക്കുന്നതിന് ഏറ്റവും പ്രധാനമായി പങ്ക് വഹിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജറാണ് അല്ലേ, അതായത് HR മാനേജറാണ്. ഈ HR മാനേജറിനറിയാം ആ കമ്പനിയുടെ നീഡ് മനസ്സിലാക്കിയിട്ട് ആ കമ്പനിക്ക് എന്താണോ വേണ്ടത് അത് മനസ്സിലാക്കിയിട്ട് അതിനാവശ്യമുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുക, അവർക്കൊണ്ട് ട്രെയിനിങ് കൊടുക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെക്കൊണ്ട് പണിയെടുപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ HRൻ്റെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു കമ്പനി ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. ആ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോഴേക്കും അവിടെ നമുക്ക് നല്ലൊരു നോളജുള്ള അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടറിൻ്റെ ആവശ്യം ഉണ്ടാവും ഇല്ലേ. അപ്പോൾ ആ സമയത്ത് ആ ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ നീഡ് മനസ്സിലാക്കിയിട്ട് അത്തരത്തിലൊരു വ്യക്തിനെ അല്ലെങ്കിൽ അത്തരത്തിലൊരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യുക എന്നതാണ് ഒരു HR ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ സക്സസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷന് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ അതിന് വേണ്ട വിധത്തിലുള്ള ഒരു എംപ്ലോയീസിനെ ചൂസ് ചെയ്യുക, സെലക്ട് ചെയ്യുക, റിക്രൂട്ട് ചെയ്യുക, അവർക്ക് വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഫ്രഷേഴ്സായ നിങ്ങൾക്കൊക്കെ ഒരു HRൻ്റെ കീഴിലായിരിക്കും ട്രെയിനിങ് ഒക്കെ കിട്ടുക. അപ്പോൾ അവർ വേണ്ട വിധത്തിൽ നിങ്ങൾ ട്രെയിനിങ് ഒക്കെ തന്ന്, ട്രെയിനിങ് മാത്രമാണോ നിങ്ങളുടെ സാലറിയുടെ കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങൾക്ക് വരുന്ന ബോണസിൻ്റെ കാര്യമായിക്കോട്ടെ, മറ്റുള്ള എംപ്ലോയീസിനെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ഇടയിൽ വരുന്ന ചെറിയ ചെറിയ കോൺഫ്ലിക്ട്സ് ആയിക്കോട്ടെ, ഇത്തരത്തിൽ എംപ്ലോയീസിൻ്റെ ഇടയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് HR മാനേജറിൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ HR എന്ന് പറയുന്നത് അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഈ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് പേറോൾ പോലത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുക തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ ഈ HR എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് HR. ഓക്കെ, സോ ഒരു എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ആക്കുക, എംപ്ലോയീസിൻ്റെ കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് എംപ്ലോയീസിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ഹ്യൂമൻ റിസോഴ്സ് മാനേജറിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ എംപ്ലോയീസിൻ്റെ എല്ലാ തരത്തിലുള്ള, അതായത് അവരുടെ റിക്രൂട്ട്മെൻറ്റ് ആയിക്കോട്ടെ, ട്രെയിനിങ് ആയിക്കോട്ടെ, അവരുടെ മോട്ടിവേഷൻ ആയിക്കോട്ടെ, അവർക്കുള്ള ഫിനാൻഷ്യലായിട്ടുള്ള പേറോളത്തെ കാര്യങ്ങളായിക്കോട്ടെ, അവർക്ക് വരുന്ന എന്തെങ്കിലും കോമ്പൻസേഷൻസ് കാര്യങ്ങളായിക്കോട്ടെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ HR ആണ് ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്കൊരു ഹൈക്ക് വേണമെങ്കിൽ പോലും നമ്മൾ ആദ്യം അപ്രോച്ച് ചെയ്യേണ്ടത് HR തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ HR ആണ് എംപ്ലോയീസിൻ്റെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ജോലി ചെയ്യുന്ന HR മാനേജർക്ക് വേണ്ട കുറച്ച് സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് HR. അപ്പോൾ HR വർക്ക് ചെയ്യുന്നവർക്ക് കുറച്ചധികം സ്കിൽസും കാര്യങ്ങളൊക്കെ വേണ്ടേ. സോ അതിൽ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സംസാരിച്ചതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടാതെ അവർക്ക് വേണ്ട കുറച്ച് സ്കിൽസാണ് പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ലീഡർഷിപ്പ് ക്വാളിറ്റി, അതുപോലെ തന്നെ സ്ട്രാറ്റജിക് പ്ലാനിങ്, അങ്ങനെ ഒത്തിരി സ്കിൽസ് ഈ ഒരു HR പോസ്റ്റിലിരിക്കുന്ന അല്ലെങ്കിൽ HR പോസ്റ്റിലിരിക്കുന്ന വ്യക്തികൾക്ക്, എംപ്ലോയീസിന് ആവശ്യമുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ പോലെ എംപ്ലോയീസിൻ്റെ ഇടയിൽ വരുന്ന കാര്യങ്ങൾ, എംപ്ലോയീസിൻ്റെ ഇടയിൽ തന്നെ പലതരത്തിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ, ചെറിയ ചെറിയ കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. സോ അത്തരത്തിലുള്ള സിറ്റുവേഷനൊക്കെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുക, അവർക്ക് കൃത്യമായിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യുക, അങ്ങനത്തെ സ്കിൽസൊക്കെ ഈ ഒരു HR മാനേജർക്ക് അല്ലെങ്കിൽ HR പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തിക്ക്, എംപ്ലോയിക്ക് വേണ്ട ഒരു സ്കില്ലാണ്. അതുപോലെ ലീഡർഷിപ്പ് ക്വാളിറ്റി, നമുക്കറിയാം ഒരു ടീമിനെ മൊത്തം നമ്മൾ ഒരു ഒരു ആട്ടിനെ പോലെ നയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ടീമിനൊക്കെ ഒരുപോലെ ഒരൊറ്റ ടീമാണ്, നമ്മളൊക്കെ ഒരേ ഗോളാണ് അച്ചീവ് ചെയ്യേണ്ടത്, ഒരു ഗോളിന് വേണ്ടിയിട്ട് നമുക്ക് പണിയെടുക്കുന്നത്. ഇങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സ് മറ്റുള്ളവരിലേക്ക് എന്താക്കുക, അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരുമാണ് ഞങ്ങളുടെ കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ, നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ നെടുന്തൂണ് എന്ന രീതിയിലൊക്കെ എംപ്ലോയീസിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തൊക്കെ കൂടെ കൊണ്ടു നടക്കുക. ഇതൊക്കെ ഒരു HR വേണ്ട ഒരു ഉത്തരവാദിത്വം. ഓക്കെ, അപ്പോൾ HR പറ്റി നമ്മൾ ഭയങ്കര സിമ്പിളായിട്ടും ഭയങ്കര ഷോർട്ടായിട്ടും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ 2-3 സെൻറ്റൻസെങ്കിലും നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയിൽ നിന്ന് കിട്ടും, അതെനിക്ക് ഉറപ്പാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് പബ്ലിക് റിലേഷൻ എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയാണ്. നമുക്കറിയാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ പബ്ലിക് റിലേഷൻ എന്നുള്ളത്. സോ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. സോ അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ബൈ.